റോഡിൽ വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. പാലമറ്റം ഗവൺമെന്റ് LP സ്കൂളിന് മുൻപിലാണ് ഇത്തരത്തിൽ കാട് വളർന്നു നിൽക്കുന്നത്. ഇതുമൂലം ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായിരിക്കുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കീരമ്പാറ പഞ്ചായത്തിന്റെ 6ാം വാർഡിലാണ് കൊച്ചുകുട്ടികളടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ഇരുവശവും കാട് കയറിയ അവസ്ഥയിൽ തുടരുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നും ഇതോടൊപ്പം പെരിയാർ വാലിയുടെ ജലസംഭരണിയിൽ നിന്നും പടർന്നു കയറിയ കാട്ടുചെടികൾ വെട്ടിവൃത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. ഈ റോഡിൽ ഒരു അംഗനവാടിയും ഗവൺമെന്റ് LP സ്കൂളും ഒപ്പം ഒരു ഹോമിയോ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിൽ കാലങ്ങളായി ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഇതേക്കുറിച്ച് പ്രദേശവാസിയായ TV മനോജ് ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഈ റോഡിന്റെ സൈഡിലൂടെ വെള്ളം കയറി കിടക്കുന്ന ഒരു എൻക്രോച്ചാണ് ഈ കാണുന്നത്. പെരിയാർ വാലിയുടെ എൻക്രോച്ച്. ഈ പെരിയാർ വാലിയുടെ എൻക്രോച്ചിൽ വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് ധാരാളം പാമ്പുകളും ഇഴജന്തുക്കളെല്ലാം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇഴഞ്ഞ് കയറി വരാൻ സാധ്യതയുണ്ട്. ഇതിലെ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പല പ്രാവശ്യം പഞ്ചായത്തിൽ അറിയിച്ചു, എല്ലാം ചെയ്തു. ഇതുവരെ ഇതിനൊരു യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഏതാനും ദിവസം മുൻപാണ് സമീപത്തു തന്നെയുള്ള വീട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള പെരിയാർ വാലിയുടെ ജലസംഭരണിയിൽ വെള്ളം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പുല്ലും മറ്റ് ചെടികളും വളർന്നു നിൽക്കാറുണ്ട്. ഈ ചതുപ്പ് പാമ്പുകളുടെയും മറ്റും വാസസ്ഥലമാണ്. അപകടം പതിയിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കി കാട് വെട്ടിത്തെളിക്കണമെന്ന സമീപവാസികളുടെ ആവശ്യവും ഇവിടെ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.